വിളിക്കണോ നീ? തലയണായിരുന്നു. ആ ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. ഞാൻ വിളിച്ചില്ലാതെ ഇപ്പൊ തലയാണോ നീ തിന്ന് തീർത്തേനല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? അറിയാം. ഇന്ന് എന്റെ മൂലക്കുരു കഴിച്ചിട്ട് 3 കൊല്ലം തികയുവാ. മൂലക്കുരുവിന്റെ കാര്യമല്ല, പിന്നെ ഇന്ന് ഫെബ്രുവരി 14 എന്ന് വെച്ചാ വാലന്റൈൻസ് ഡേ. വാവളന്നടയാ? വാവളന്ന ഡേ അല്ല, എടാ തെളിച്ച് പറയടാ. വാലന്റൈൻസ് ഡേ. അതെന്തോന്നാണ്? അതായത് ഈ പ്രണയിക്കുന്നവർക്കുള്ള ദിവസം. അയ്യേ, പ്രണയിക്കുന്നവർക്ക് ഒരു ദിവസം എന്തിനാ? എല്ലാ ദിവസവും പ്രണയിക്കാമല്ലോ. എല്ലാ ദിവസവും പ്രണയിക്കാം, പക്ഷെ ഈ ദിവസം പ്രണയിക്കുമ്പം അതിനൊരു പഞ്ച. അല്ല, ഇപ്പൊ ആരാ പ്രണയിക്കാൻ പോകുന്നത്? എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഇന്ന് ഇവിടെ വെച്ച് ഈ വാലന്റൈൻസ് ഡേയിൽ ഞാൻ തുറന്നു പറയാൻ പോവുക. ആരാടാ പെണ്ണ്? നമ്മുടെ പ്രിയ നേഴ്സ്. അയ്യേ, ഇതൊരുമാതിരി മരുന്ന് കൊടുത്ത കൈക്കിട്ട് കൊത്തുന്ന പോലെ ആയല്ലോടാ. എടാ, അവള് നേഴ്സ്, നീ വെറും രോഗി. നീ അവളെയാണോ പ്രേമിക്കാൻ പോകുന്നത്? പ്രേമത്തിന് അങ്ങനെ നേഴ്സെന്നോ രോഗിയെന്നോ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ പ്രണയം തന്നെ ഒരു അസുഖമല്ലേ? അതെ. നിനക്ക് എന്തോത്തിന്റെ തൂക്കാടാ ഇത്? നോക്കിക്കോ, പ്രണയം എവിടെയും ജനിക്കാം. അതെ, പ്രണയം കൂടിപ്പോയാൽ അത് എവിടെയെങ്കിലൊക്കെ ജനിക്കും. എന്തായാലും ഞാനിന്ന് ഇഷ്ടമാന്ന് പറയും, ഇഷ്ടമാന്ന് പറയും, ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടവുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഓ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. എന്തായി? അളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പലവരെയും ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് ബ്ലഡ് മേടിക്കാൻ പോയിട്ടുണ്ട്, എക്സ്റേ എടുക്കാൻ പോയിട്ടുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആൾക്ക് വേണ്ടി റോസാപ്പൂ മേടിക്കാൻ പോകുന്നത്. വാലന്റൈൻസ് ഡേ അല്ലേ? നീ പോണം, നീ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരനല്ലേടാ. അതൊക്കെ ശരി തന്നെ, പക്ഷേ നിന്റെ അളിയന്റെ അടുത്ത് പറഞ്ഞ എന്റെ ഗൾഫിലെ വിസ റെഡിയാക്കി തരണം. എടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നിനക്ക് ഗൾഫിൽ പോകാനുള്ള വിസ എന്റെ അളിയന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ശരിയാക്കാം. ആദ്യം ഞാൻ എന്റെ പ്രേമം ഒന്ന് സെറ്റാക്കട്ടെ. അതെ, ഈ പൂവിലാണ് എന്റെ പ്രണയത്തിന്റെ തുടക്കം. റോസാപ്പൂല് തുടങ്ങിക്കോ, പക്ഷെ ചെമ്പരത്തി പൂല് അവസാനിക്കരുത്. എന്താ മുള്ള് ഇവിടെ ഒന്ന് മുള്ളാനാ? അല്ല, അതെ, ഇയാളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഉച്ചക്കുമ്പോ ബെഡ് ഒഴിഞ്ഞേക്കണം, വേറെ പേഷ്യന്റ് വരാനുള്ളതാ. ഡിസ്ചാർജ്. അപ്പൊ പ്രിയ, അയ്യോ, അതെങ്ങനെ ശരിയാവും? എന്ത് ശരിയാവാൻ? ഉച്ചക്കുമ്പോ ഡിസ്ചാർജാ? പ്രിയ സിസ്റ്റർ വന്നില്ലല്ലോ. അതിന് പ്രിയ സിസ്റ്റർ അല്ലല്ലോ തന്നെ ഡിസ്ചാർജ് ചെയ്ത ഡോക്ടർ അല്ലേ? പ്രിയ നേഴ്സ് വരണം. പ്രിയ നേഴ്സ് വന്നല്ലോ. പറ്റത്തില്ല. അല്ല, ഇയാൾക്ക് ഇപ്പൊ നെഞ്ചുവേദന ഒന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഉള്ള നേരത്തെ വീട്ടിൽ പോകാൻ നോക്കണോ? അല്ല, എനിക്ക് നെഞ്ചുവേദന ഉണ്ട്. സർക്കാരിന്റെ ചെലവില് ഓസിന് ഇവിടെ കിടന്ന് മുട്ടയമ്പാലും തട്ടാനല്ലേ? വേഗം പെട്ടെന്ന് പോകാൻ നോക്കണോ? സത്യമായിട്ട് എനിക്ക് നെഞ്ചുവേദന ഉണ്ട്. സത്യം ഇപ്പൊ എന്റെ ഹൃദയത്തിന് വേദന ഉണ്ട്. സത്യമായിട്ട് വേദനയുണ്ട്. അല്ല, ഹൃദയം ഇവിടെ അല്ലേ ഇരിക്കണത്? എനിക്ക് 2 ഹൃദയമുണ്ട്. നിങ്ങൾ പോ. ഇയാളിത് എന്തൊക്കെയാ പറയണോ? എന്റെ സുഹൃത്തിന് നെഞ്ചുവേദന എടുക്കുന്നു. അവന് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ നെഞ്ചുവേദന മരിച്ചു പോയാ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ചോദിക്കട്ടെ, ഡോക്ടറെ വിളിച്ച് പറ. സത്യമായിട്ട് നെഞ്ചുവേദന തുടങ്ങിയോണ്ടാണ്. പ്ലീസ്, എങ്ങനെയെങ്കിലും 2 ദിവസം എന്നെ അഡ്മിറ്റ് ചെയ്യും. 2 ദിവസം. ഡോക്ടറെ, അതെ, നമ്മുടെ 3-ാം വാർഡിലെ ഡോക്ടർ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞില്ലേ? ആ മുരുകന് വീണ്ടും നെഞ്ചുവേദന എന്ന് പറയണേ. എന്ത് ചെയ്യണം? നെഞ്ചുവേദന ഭയങ്കര ഇതായിട്ടാണ് ഇവിടെ പറയണത്. ശരി 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 ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ എന്താ പറഞ്ഞു? ഐസിയുയിൽ കിടത്താൻ പറഞ്ഞു. പ്രിയ, സമയം കളയല്ലേ, വാ. സത്യം പറയട്ടെ, എനിക്ക് ഐസിയു കിടക്കാനുള്ള നെഞ്ചുവേദന ഇല്ല. എനിക്ക് വാണ്ടി കിടന്ന മാറുന്ന നെഞ്ചുവേദന ഉള്ളൂ. അതെന്തോന്ന് നെഞ്ചുവേദന? എനിക്ക് വാണ്ടി കിടന്നാൽ മാറുന്ന നെഞ്ചുവേദന ഉള്ളൂ. അത് നിങ്ങളടുത്ത് പറയണോ? എനിക്ക് നെഞ്ചുവേദന ഉണ്ട്, പക്ഷെ അത് വാണ്ടി കിടന്നാൽ മാറും. എനിക്ക് ഐസിയുയിൽ കിടക്കണ്ട. ഏതെങ്കിലും വീട്ടിൽ പോയി കിടക്കണോ? ഐസിയുയിൽ പ്രിയ സിസ്റ്റർ വരൂ. ഐസിയുയിൽ പ്രിയ സിസ്റ്റർ ഒന്നും വരൂല. ഞാനൊരു മാരേജിന് പോയായിരുന്നേ. പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ഡ്യൂട്ടി ടൈം കഴിയും. അപ്പൊ നേരെ ഇങ്ങ് പോകുന്നതാ. പിന്നെ സിസ്റ്ററേ, എനിക്ക് ആ ലാബിൽ പോയിട്ട് റിപ്പോർട്ട് ഒന്ന് വാങ്ങണം. ഞാൻ പോയിട്ട് വരാവേ. ശരി ശരി. ഇപ്പൊ അവളെ ഒറ്റയ്ക്കുള്ളൂ. മറ്റേ നേഴ്സ് വരുന്നതിന് മുമ്പ് ചെന്ന് നിന്റെ അലിവി പറ. ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞാൽ പോരെ? ആണുങ്ങളെ പോലെ പെരുമാറ. അങ്ങോട്ട് നിന്ന് പറയണം, അതല്ല ആണത്തം. എന്ത് പറ്റി മുരുക? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇല്ലില്ല. പിന്നെ എന്ത് പറ്റി? അല്ല, ഇവിടെ എല്ലാവരും
സിസ്റ്ററെ എന്നല്ലേ വിളിക്കുന്നത്. അതെ. പക്ഷെ ഞാൻ നേഴ്സിനെ സിസ്റ്ററെ എന്ന് വിളിക്കാത്ത എന്താണെന്നറിയാവോ? എന്താ? അല്ല, ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ വിളി സിസ്റ്റർക്ക് സിസ്റ്ററിനെ പോലെ തോന്നി കഴിഞ്ഞാൽ എനിക്ക് സിസ്റ്ററെ പോലെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സിസ്റ്ററെ എന്ന് വിളിക്കാത്തത്. മനസ്സിലായോ സിസ്റ്ററെ? അയ്യോ ഇല്ല. ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വിളി ചിലപ്പോ സിസ്റ്റർക്ക് ഒരു സിസ്റ്ററെ പോലെ തോന്നി കഴിഞ്ഞാൽ എനിക്ക് സിസ്റ്ററായിട്ട് കാണാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഞാൻ സിസ്റ്ററെ എന്ന് വിളിക്കാത്തത്. ഇപ്പൊ മനസ്സിലായോ? അയ്യോ എനിക്ക് ഒന്നും മനസ്സിലായില്ല. മാറി നിൽക്കണം, ഞാൻ പറയാം. അതായത് സിസ്റ്ററെ, ഇവൻ സിസ്റ്റർ എന്ന് വിളിക്കാത്തത്, ഇവൻ സിസ്റ്റർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സിസ്റ്റർ എന്നുള്ള വിളിയായിട്ട് സിസ്റ്റർ ഇവന്റെ സിസ്റ്റർ ആയി പോകുന്നുള്ള പേടി കൊണ്ടാണ് ഇവൻ സിസ്റ്റർ എന്ന് വിളിക്കാത്തത്. അത് മനസ്സിലായ സിസ്റ്റർക്ക്? അയ്യോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് എന്താ? സിസ്റ്റർ സ്ട്രക്ചറിന്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞോളാം, ഒരു വഴി കൊണ്ട് വരില്ല. അയ്യോ ഒരു കാര്യം ചെയ്, നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. എന്താ കാര്യം എന്ന് വെച്ചാ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നേഴ്സിനോട് നഴ്സിനോട് പ്രിയ സിസ്റ്ററെ, ഓ ഒന്ന് ബാത്റൂമിൽ പോണം. ഒരു മിനിറ്റ്. സമയത്ത് തന്നെ അവൻ ഇത്രയും നേരം ഞെളിഞ്ഞു കിടന്നവനാണ്. അവൻ ഈ പതിയടിക്ക്. എന്റെ പെണ്ണൊരാളൊന്ന് പിടിക്കുന്നുണ്ടില്ലേ? ഞാൻ തോന്നുന്നു അവരുടെ പതിയെ ഡ്യൂട്ടിയാണ്. കാണിച്ചോട്ടാ. ഒന്ന് പോയി സഹായിച്ചോട്. ഇത് അവരുടെ ഡ്യൂട്ടിയല്ല, ഞാനിത് സഹായിക്കാൻ. ഗൾഫിൽ പോവാൻ വിസ വേണോ? അത് വേണം. എന്നാ പെണ്ണ് സഹായിച്ചോട്. സിസ്റ്റർ, അയ്യോ ആ കയ്യങ്ങ് എടുക്കൂ. അല്ല, ഇത് മതിയായിരുന്നു. അല്ല, ആള് സഹായിക്കും. അല്ല, ഇത് മതി. അയ്യോ ഇതെന്റെ ഡ്യൂട്ടിയല്ലേ, ഞാൻ ചെയ്തോളാം. അല്ല, വിനോദിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ആതുര സേവനം ചെയ്യാൻ അവനെ പൊട്ടി കഴിഞ്ഞിട്ടേ ഉള്ള ആരും. അല്ല, അവന് വിഷമം വരും, അതുകൊണ്ടാ. അത് നോക്കിക്കോളും. അല്ല, സിസ്റ്റർ മതിയായിരുന്നു. അല്ല, സിസ്റ്റർ വേണ്ട, അവന് കാര്യം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനേ. നല്ല കാര്യം. ഓ ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. അയ്യോ സോറി കേട്ടോ, ഞാൻ വിട്ടുപോയി. എന്ത് പറ്റി മുരുക? ഞാൻ ഈ പല ഹോസ്പിറ്റലിലും ചെന്നിട്ടുണ്ട്. അവിടേക്ക് എന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. എല്ലാരും ഇഞ്ചക്ഷൻ വെച്ചിട്ട് എനിക്ക് വേദന എടുക്കും. പക്ഷെ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെച്ചിട്ട് എനിക്ക് ഇന്നുവരെ വേദനിച്ചിട്ടില്ല. അത് തൊലിക്കട്ടി കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ? എനിക്ക് നേഴ്സിനോട് മൂത്രം ഒഴിക്കണം മക്കളെ, മൂത്രം ഒഴിക്കണം. ആ കൂജ ഇങ്ങ് എടുത്തോണ്ട് വാ. പൂജയോ? മറ്റേ പിടിയുള്ള അടിയിൽ കയറ്റി. അല്ല ബെഡ് പാനാ. ഇപ്പൊ കൊണ്ടുവരാമോ കേട്ടോ? ഇപ്പൊ വരാവേ. ഇത്രയും നേരം കുഴപ്പമായിരുന്നു, ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ കണ്ടോളൂ. നേരത്തെ ഒരു ചെറുക്കനെ മൂത്രം ഒഴിക്കാൻ കൊണ്ട് കണ്ടായിരുന്ന, അവനെ കണ്ടപ്പോ എനിക്ക് തോന്നി മൂത്രം ഒഴിക്കണമെന്ന്. അത് എന്റെ മാത്രമല്ല, മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവം. ആര് മൂത്രം ഒഴിക്കാൻ പോയത് അപ്പൊ മൂത്രം ഒഴിക്കണം. വിനോദ് ഇങ്ങോട്ട് പോയി. ഞാൻ മൂത്രം ഒഴിക്കണ്ടവനെ സിസ്റ്റർ കൂലി എടുക്കാൻ പോയാൽ മൂത്രം ഒഴിക്കണം. നീ ഒന്ന് ചെല്ല്. അയക മൂത്രം ഒഴിക്കട്ടെ. എന്നത് ഒരാള് തോളെ കൈയിടുന്ന എനിക്ക് ഇഷ്ടമല്ല അവള്. അതുകൊണ്ട് പിന്നാണ് മൂത്രം ഒഴിക്കാനും മുള്ളാനൊക്കെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ സുഖമില്ലാ കിടന്നപ്പോ പോലും ഞാൻ ഇതുവരെ സഹായിച്ചിട്ടില്ല. എനിക്ക് നീ പോയേ. ഗൾഫിൽ പോണ്ടേ, വിസ മേടിച്ച് തരണ്ടേ ഞാൻ? അത് വേണം. എന്നാ പിന്നെ എനിക്ക് വേണ്ടി ഞാൻ ഒന്ന് ചെയ്യും. ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ വേണ്ട, എന്തു ചെയ്? അതൊക്കെ വിനോദ് ചെയ്തോളൂ. അയ്യോ അത് വേണ്ട. അല്ല, എന്റെ വിനോദിന് ഡോക്ടറല്ലേ? ഇങ്ങനെയാണ് ആരും ഇല്ലാത്തവരോട് ആതുര സേവനം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രോഗികളെ ശുശ്രൂഷിക്കുക, കൂട്ടിരിപ്പ് കൊടുക്കുക, പൊടിയരി കഞ്ഞി മേടിച്ചു കൊടുക്കുക, എക്സ്റേ എടുക്കുക, ഭയങ്കര ഇഷ്ടമാണ്. അവന് ഭയങ്കര മനസ്സാണ്. ആണോ? എന്നാ എനിക്ക് ഇൻട്രസ്റ്റ് അല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തുവാടാ ആദ്യം അടപ്പൊന്ന് ഊരി. എന്ത് വെച്ചു മുരുക? ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം. സിസ്റ്റർ ഇങ്ങോട്ട് വന്ന്. എന്താണ് മുരുക, കുറെ നേരമായല്ലോ, പറയ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അയ്യോ അത് മാത്രല്ല, പുൽവാമയിലെ ഓർമ്മ ദിനം കൂടിയാണെന്ന്. അതെ 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 അതെ. അപ്പൊ എനിക്ക് ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് നേഴ്സിനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്കിഷ്ടമാ, ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഐ ലവ് യു. മുരുകൻ എന്നോട് ഇഷ്ടം തോന്നിയതിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് മുരുകനെ പോലെ ഒരാളെ അല്ല മുരുക ഇഷ്ടം. പിന്നെ മുരുകന്റെ സുഹൃത്തിനെ പോലെ ആതുര സേവനം ചെയ്യുന്ന അയാളെ പോലെ ഒരാൾ. അതെ, എന്നാ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. എന്താ? ഇവൻ ആതുര സേവനം ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ഇവ ഇതൊക്കെ ചെയ്യുന്ന. അല്ലേടാ? ആര് പറഞ്ഞു? എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ചെയ്യും. നീ ഒരു കാര്യം ചെയ്, നീ ഇത് പിടി. നീ വന്നേ, ഞാൻ ഒരു കാര്യം പറയാം. ഗൾഫിൽ പോവാൻ വിസ വേണ്ടേ? എനിക്ക് ഗൾഫിൽ പോണ്ട. പിന്നെ ഞാൻ അവളുടെ കൂടെ ജർമ്മനി പോയി ജോലി ചെയ്ത് ജീവിച്ചോളാം. മാറി വേണ്ടടാ. നീ ഒരു കാര്യം ആലോചിക്കണം. ഇന്ന് മുതൽ അവൾ നിന്റെ സിസ്റ്റർ,
അവൾ എനിക്ക് നേഴ്സ്. മാറത്തേക്ക് നേഴ്സ് ഓ എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാട്ടോ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ? നിങ്ങളെ പോലെ ആതുര സേവനം ചെയ്യുന്ന മെയിൽ നഴ്സുമാരെയാണ് എനിക്കിഷ്ടം. എന്നെ ഇഷ്ടമല്ല. ഇല്ല തൊലഞ്ഞല്ല അതേതാടാ? നവിടി നമുക്ക് ഗൾഫിൽ എന്ന് പോവാന്നാണ് നീ പറഞ്ഞത്. ഇനി ഗൾഫിൽ ഉണ്ടാക്കണ്ട. അവളെയും കെട്ടി ജർമ്മനിയിൽ അങ്ങ് ഉണ്ടാക്കിയാ മതി. അളിയാ എടാ, ഇത്രയും നാള് ഞാൻ ഡിസ്ചാർജ് പറഞ്ഞിട്ട് കുത്തും കൊണ്ട് ഇവിടെ കിടന്ന് ഇതിനു വേണ്ടി അതോടാ മുരുക ഹാപ്പി വാലന്റൈൻസ് ഡേ. പോയളവാ.